എം.ആർ. അഭിലാഷ്, ഇവിടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇന്ന് എവിടെയാണ് സന്നിഹിതരാകേണ്ടിയിരിക്കുന്നത്? രാജസ്ഥാനിലെ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ എന്ന് പറയുന്നത് പോകാൻ പാടില്ലാത്തൊരിടമല്ല. പക്ഷേ അവിടെയാണോ അദ്ദേഹം സന്നിഹിതനായിരിക്കേണ്ടത്? പിന്നെ അദ്ദേഹം തന്നെ ചെയ്ത് കാട്ടിയിട്ടുണ്ട്. ഈ പുൽവാമയിലെ CRPFന്റെ ഏതാണ്ട് 48ഓളം പേര് ആ വാഹനവ്യൂഹം ആക്രമിക്കപ്പെട്ട സമയത്ത് അദ്ദേഹം ഒരു ഉദ്യാനത്തിലായിരുന്നു. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ രീതി എന്നാണ് നാം എല്ലാം മനസ്സിലാക്കേണ്ടതെങ്കിൽ ഒരു തർക്കവുമില്ല ഈ കാര്യത്തിൽ. അതുകൊണ്ട് പ്രധാനമന്ത്രി ഇന്ന് എവിടെയാണ് ഉണ്ടാകേണ്ടിയിരുന്നത്? ശ്രീ വേണു, വളരെ ഗൗരവകരമായിട്ടുള്ള ഇന്ത്യയുടെ പാർലമെൻറ്റ് വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. ഇന്ത്യയുടെ പാർലമെൻറ്റ് ആക്രമിക്കപ്പെട്ടിരിക്കുകയാണ്. UAPA ഇൻവോക്ക് ചെയ്തുകൊണ്ട്, സെക്ഷൻ 15 ഇൻവോക്ക് ചെയ്തുകൊണ്ട് 15ഉം 16ഉം 17ഉം ഇൻവോക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 15 തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ നിർവചനമാണ്. അവിടെ നടന്നിരിക്കുന്നത് നിയമപ്രകാരം ഒരു തീവ്രവാദ പ്രവർത്തനം തന്നെയാണ്. ആൾനാശമുണ്ടായില്ല, കടുത്ത നാശങ്ങൾ മറ്റൊന്നും ഉണ്ടായില്ലെങ്കിൽ കൂടിയും മനുഷ്യൻ്റെ മനസ്സിൽ ഭീതി വിതയ്ക്കുന്ന തരത്തിലുള്ള വലിയ അപ്രതീക്ഷിതമായ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. അതിന് സർക്കാരും ലോക്സഭ എന്ന് പറയുന്ന സ്ഥാപനം, സെക്രട്ടേറിയറ്റ്, അത് ഹെഡ് ചെയ്യുന്നത് ലോക്സഭാ സ്പീക്കറാണ്. ഇവരെല്ലാവരും അംഗങ്ങളോട് ആൻസറബിൾ ആണ്. ഇത്ര വലിയ ഗുരുതരമായിട്ടുള്ള സെക്യൂരിറ്റി ബ്രീച്ച് നമുക്ക് പറയാൻ കഴിയില്ല. അത് തീവ്രവാദ ആക്രമണം തന്നെയാണ്. അത് ഇൻവോക്ക് ചെയ്തതുകൊണ്ട് 2001 പുറത്തു നിന്നാണ് ആക്രമണം നടന്നത്. 2023 ആയപ്പോൾ പാർലമെന്റിന്റെ ലോക്സഭയുടെ ഉള്ളിൽ തളത്തിലാണ് ആക്രമണം നടന്നിരിക്കുന്നത്. അപ്പോൾ ഉള്ളിൽ നിന്ന് ആക്രമിക്കാൻ തക്ക ത്രാണി എതിരാളികൾ നേടുക എന്ന് പറയുന്നത്, നേടുക എന്ന് മാത്രമല്ല, അവരത് നിർഭയം പ്രകടിപ്പിക്കുകയും ചെയ്തു. അത് വളരെ ഗൗരവകരമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ 2001 ഇന്ത്യയുടെ ശക്തി, സെക്യൂരിറ്റി ഫോഴ്സസിന്റെ ശക്തി പ്രകടിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അകത്തേക്ക് കയറാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇവിടെ ഈ ഒരു 3 ലെയറുള്ള ഈ സെക്യൂരിറ്റി, 3 ഏജൻസികളുടെ കയ്യിലൂടെ റൺ ചെയ്യപ്പെടുന്ന ഈ സെക്യൂരിറ്റി സിസ്റ്റം ഭേദിച്ചവർ അകത്ത് കയറി എന്ന് മാത്രമല്ല, അവിടെ പാർലമെന്റ് സെക്യൂരിറ്റി സർവീസസിന് ഇടപെടാൻ കഴിയുന്നതിന് മുമ്പേ പാർലമെന്റേറിയൻസിന് സ്വയം പ്രതിരോധിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പാർലമെന്റ് അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ തന്നെയാണ്, നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികളാണ്. അവർ ഇന്ത്യയുടെ ജനാധിപത്യത്തിനെ പ്രതിനിധീകരിക്കുന്നു. ഏറ്റവും പാവനമായിട്ടുള്ള ആ സ്ഥലം ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഉത്തരം പറയുവാൻ സർക്കാരും ലോക്സഭാ സെക്രട്ടേറിയറ്റും പ്രതിനിധികളോട് ഉത്തരം പറയുവാൻ ബാധ്യസ്ഥരാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 75(3) വകുപ്പ് അനുച്ഛേദം പ്രകാരം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെന്റിനോട് റെസ്പോൺസിബിൾ ആണ്. അവർ സമാഹിതമായിട്ട് അവർ ലോക്സഭയോട് ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. ഇത്ര ഗുരുതരമായിട്ടുള്ള ഈ പ്രതിപക്ഷം മുഴുവൻ ശക്തമായി ഉന്നയിക്കുന്നത് പ്രതിപക്ഷത്തിന് മാത്രം അവ്യക്തതയുള്ള ഏതെങ്കിലും ഒരു കാര്യമല്ല, ഈ രാജ്യത്തിന് മുഴുവൻ വ്യക്തത വേണ്ട വിഷയമാണ്, അല്ലേ? അത് ചോദിക്കാൻ വേണ്ടി ബാധ്യസ്ഥരായിരിക്കുന്നവരാണ് പ്രതിപക്ഷവും, മറുപടി പറയാൻ അതുപോലെ തന്നെ ബാധ്യസ്ഥരായിരിക്കുന്നവരാണ് ഭരണപക്ഷവും. പ്രധാനമന്ത്രി ഇതേ പാർലമെന്റ് കെട്ടിടത്തിനകത്ത് മന്ത്രിമാരുമായി ആശയവിനിമയം നടത്തുക, അമിത്ഷാ പുറത്തൊരു സ്വകാര്യ മാധ്യമത്തോട് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തുക, ഡെറക് ഒബ്രിയാൻ രാവിലെ എവിടെ നിന്നു, എത്ര ഇഞ്ച് ഇങ്ങോട്ട് മാറി, എത്ര ഇഞ്ച് അങ്ങോട്ട് മാറി എന്ന് അളവെടുക്കുന്ന ജഗ്ദീപ് ധൻഖറും, നിങ്ങളോട് ഞാൻ ഇന്നലെ ഇരുന്ന് കൂട്ടായി ചർച്ച നടത്തിയതല്ലേ, ഇനി ഇക്കാര്യത്തിൽ ഇവിടെ മിണ്ടിക്കൂടാ എന്ന് പറയുന്ന ഓം ബിർളയും, അല്ലേ? ഈ അമിത്ഷായ്ക്കെതിരെ മുദ്രാവാക്യം മുഴക്കുമ്പോൾ തിരിച്ചു വന്ന് വീണ്ടും ഇവരെ സസ്പെൻഡ് ചെയ്യുന്ന ഓം ബിർളയും കാണുന്നില്ലേ ഈ അവകാശ ലംഘനം? ഈ രണ്ടുപേരും നടത്തുന്നതും അവകാശ ലംഘനമല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഹോം മിനിസ്റ്റർ തന്നെയാണ് ഒരു കമ്മിറ്റിയെ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഇത് സംബന്ധിച്ചിട്ടുള്ള എൻക്വയറി നടത്തുവാൻ വേണ്ടി. അങ്ങനെ വരുമ്പോൾ ഹോം മിനിസ്ട്രിക്ക് തന്നെ CRPFന്റെ DG ആണ് ഇതിനെ ഹെഡ് ചെയ്യുന്നത്. അപ്പോൾ ഹോം മിനിസ്റ്റർ തന്നെ, അല്ലെങ്കിൽ ഹോം മിനിസ്ട്രി തന്നെ അക്നോളജ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ഒരു സെക്യൂരിറ്റി ലാപ്സ് ഉണ്ടായി, പാരാമിലിറ്ററി ഫോഴ്സിന്റെ ഹെഡിനെയാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസറബിൾ ആയിട്ടുള്ളത് ഹോം മിനിസ്ട്രി ആണ് എന്നുള്ളത് ഹോം മിനിസ്ട്രിക്ക് തന്നെ അറിയാം. എന്നിരിക്കെ 75(3) ആർട്ടിക്കിൾ പ്രകാരം ലോക്സഭയിൽ ഇത് സംബന്ധിച്ച് പാർലമെന്റിന്റെ 2 സഭകളോട് ഒരു ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണെങ്കിൽ കൂടിയും ഇവിടെ ലോക്സഭയിലാണ് അക്രമം നടന്നിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം കണക്കിലെടുത്ത് രണ്ടുപേരും സഭയിൽ സന്നിഹിതരായി സഭയിലെ അംഗങ്ങൾക്ക് ഇത് സംബന്ധിച്ച്, ഈ സഭയിലെ അംഗങ്ങൾക്ക് മാത്രമല്ല രാജ്യത്തെ ജനാധിപത്യത്തോട് മുഴുവൻ ഉത്തരം പറയാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ അത് സംഭവിക്കുന്നില്ല.
പാർലമെന്റേറിയൻസിനെ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവകരമായിട്ടുള്ള കാര്യമാണ്. ദാറ്റ്സ് എ ബ്രീച്ച് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോമിസ്. പിന്നെ സന്ദർഭവശാൽ നിലവാരം കെട്ട ഒരു തലത്തിലേക്ക് ഈ ചർച്ച പോകുന്നത് വളരെ ദൗർഭാഗ്യകരമാണ് ശ്രീ വേണു. പാർലമെന്ററി അല്ലാത്ത പദപ്രയോഗങ്ങൾ എടുത്തുപയോഗിക്കുമ്പോൾ ശരിക്കും ഇവിടെ ഇരിക്കുന്ന ഓരോ അംഗത്തിനും അത് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ശ്രീ രാജു പി നായരും ശ്രീ ബി ഗോപാലകൃഷ്ണനും ഭാഷയിൽ ചർച്ച നടക്കും. അതെ 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 അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തുടർന്ന് പെരുമാറുമെന്ന് തന്നെയാണ് കരുതേണ്ടത്. അവർക്ക് നല്ല പക്വതയുള്ളവരാണല്ലോ, ദീർഘകാലമായി ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കുന്നവരുമാണല്ലോ.